സമഗ്രയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഷീ വാസ് ബോൺ ഡാഷ് 6 o'clock ഡാഷ് 3rd May. ചോദ്യം ഷീ വാസ് ബോൺ ഡാഷ് 6 o'clock ഡാഷ് 3rd May. ഓപ്ഷനിൽ ഇന്ന്, ഓണ്, അറ്റ്, ഓണ്, ഓണ്, അറ്റ്, ഇന്ന്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ സമയത്തെ കുറിക്കുകയാണെങ്കിൽ വ്യക്തമായ സമയങ്ങൾക്ക് മുന്നിൽ നമ്മൾ പൊതുവെ ചേർക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. വ്യക്തമായ സമയമാണെങ്കിൽ അറ്റ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ പൂർണ്ണമായ തീയതികളാണെങ്കിൽ ഓൺ ചേർത്ത് പറയുന്നു. മാസങ്ങളുടെ പേരിന് മുന്നിൽ ഇന്ന് ചേർത്ത് പറയുന്നു. വർഷങ്ങളുടെ പേരിന് മുന്നിൽ ഇന്ന് ചേർത്ത് പറയുന്നു. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുന്നിലുള്ള പ്രിപ്പോസിഷനെ കുറിച്ചാണ് പറഞ്ഞത്. വ്യക്തമായ സമയമാണെങ്കിൽ അറ്റ് ചേർത്ത് പറയുന്നു. ആഴ്ചകളുടെ പേരിന് മുന്നിൽ ഓൺ ചേർത്ത് പറയുന്നു. പൂർണ്ണമായ തീയതികളാണെങ്കിൽ ഓൺ ചേർത്ത് പറയാം. അതുപോലെ മാസവും വർഷങ്ങളും ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ചേർത്ത് പറയുക? ഇന്ന് ചേർത്ത് പറയുക. ഇനി ചോദ്യം നോക്കിയേ, ഡാഷ് 6 o'clock കണ്ടല്ല, കൃത്യമായ ഒരു സമയമാണ്. അപ്പോൾ അവിടെ വരേണ്ട പ്രിപ്പോസിഷൻ ഏതായിരിക്കണം? അറ്റായിരിക്കണം വരേണ്ടത്. അവിടെ വരേണ്ട പ്രിപ്പോസിഷൻ അറ്റായിരിക്കണം. വ്യക്തമായ ഒരു സമയമാണ് തന്നിരിക്കുന്നതുകൊണ്ട് അറ്റ് വരണം. അടുത്ത 3rd May, അവിടെ ഒരു പൂർണ്ണ തീയതിയാണ് തന്നിരിക്കുന്നത്. തീയതി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏത് ചേർത്ത് പറയണം? തീയതികൾക്ക് മുന്നിൽ ഓൺ ചേർത്ത് പറയണം. അപ്പോൾ അവിടെ ഏത് ഓപ്ഷൻ? ഓൺ വരണം. അപ്പോൾ നമുക്ക് അറ്റും ഓണും ഏതാണ് ഓപ്ഷൻ കിടക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അറ്റും ഓണും വരുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, മോഹൻ ഈസ് ഡാഷ് ദാൻ ജോൺ. മോഹൻ ഈസ് ഡാഷ് ദാൻ ജോൺ. വൈസ് ഓപ്ഷനിലുണ്ട്, വൈസർ ഓപ്ഷനിലുണ്ട്, വൈസസ്റ്റ് ഓപ്ഷനിലുണ്ട്, നൺ ഓഫ് ദീസ് ഇതൊന്നുമല്ല എന്ന ഓപ്ഷനിലുണ്ട്. അപ്പം ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരം ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്കുകൾക്കനുസരിച്ച് നമുക്ക് ഉത്തരങ്ങൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ എഴുതാൻ വേണ്ടി കഴിയും. ഡാഷ് കഴിഞ്ഞ് അസ്സാണ് കിടക്കുന്നത് നോക്കുക. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഡാഷ് കഴിഞ്ഞ് അസ്സാണ്, അസ്സാണ് വന്നിരിക്കുന്നതെങ്കിൽ ഓപ്ഷനിൽ നിന്ന് പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതാം. അപ്പോൾ ഡാഷ് കഴിഞ്ഞ് അസ് വന്നാൽ പോസിറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതാം. ഡാഷ് കഴിഞ്ഞ് ദാൻ ആണ് വരുന്നതെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതാം. ഡാഷ് കഴിഞ്ഞ് ദാൻ ആണ് വരുന്നതെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതുന്നു. ഡാഷിന് മുന്നിലായി ദ വന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായി എഴുതുന്നു. ഡാഷിന് മുന്നിലായിട്ട് ദായാണ് വരുന്നതെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നോക്കിയേ, മോഹൻ ഈസ് ഡാഷ് ദാൻ ജോൺ. ദാൻ ആണ് കിടക്കുന്നത്. ഡാഷ് കഴിഞ്ഞ് ദാനാണ് വരുന്നതെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രി. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെ കണ്ടെത്താം? ERൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതോ ആയിട്ടുള്ള അഡ്ജക്റ്റീവുകളെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. എന്നാൽ ESTയിൽ അവസാനിക്കുന്നതോ മോസ്റ്റിൽ തുടങ്ങുന്നതോ ആയ അഡ്ജക്റ്റീവുകളെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ അഡ്ജക്റ്റീവുകൾ ERലോ ESTയിലോ ഒന്നും അവസാനിച്ചിട്ടില്ല, അഡ്ജക്റ്റീവ് അതിൻ്റെ പ്യുവർ രൂപത്തിലാണ് പറയുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഡിഗ്രിക്ക് ഉദാഹരണങ്ങളായിരിക്കും. അപ്പോൾ ദാൻ വരുന്നത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി. ERൽ അവസാനിക്കുന്ന വാക്ക് ഓപ്ഷൻ ബി ആയിട്ടുള്ള വൈസർ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം. മൂന്നാമത്തെ ചോദ്യം, ഹി ഹാസ് ഗിവൺ അപ്പ് ഡാഷ് ഹോക്കി. ഹി ഹാസ് ഗിവൺ അപ്പ് ഡാഷ് ഹോക്കി. ടു പ്ലേ ഓപ്ഷനിലുണ്ട്, ടു പ്ലേയിങ് ഓപ്ഷനിലുണ്ട്, പ്ലേയിങ് ഓപ്ഷനിലുണ്ട്, അതുപോലെ പ്ലേഡ് ഓപ്ഷനിലുണ്ട്. ജെറണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം ജെറണ്ട് എപ്പോഴും INGയിൽ വരുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? INGയിൽ വരുന്ന നൗണുകൾക്ക് പറയുന്ന പേരാണ് ജെറണ്ട്. നമുക്ക് ഉത്തരം പ്ലേയിങ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഉത്തരം എന്ത് കിട്ടും? ജെറണ്ട് ആയതുകൊണ്ട് പ്ലേയിങ് ഉത്തരമായിട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഗിവ് അപ്പ്, അതുപോലെ സെറ്റ് അബൌട്ട്, അതുപോലെ പുട്ട് ഓഫ്. ഫ്രൈസൽ വെർബുകളായിട്ടുള്ള ഗിവ് അപ്പ്, അതുപോലെ സെറ്റ് അബൌട്ട്, അതുപോലെ പുട്ട് ഓഫ് എന്നീ ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞ് ING ഉത്തരമായി വരുന്നു. ഏതൊക്കെ വാക്കുകൾ? ഗിവ് അപ്പ്, സെറ്റ് അബൌട്ട്, പുട്ട് ഓഫ് എന്നീ വാക്കുകൾ കഴിഞ്ഞ് ഏത് വരുന്നു? ING അല്ലെങ്കിൽ ജെറണ്ട് ഉത്തരമായിരിക്കും. ഇവിടെ ഗിവ് അപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് ING അവിടെ പ്ലേയിങ് ഉത്തരമായിട്ട് വരുന്നു. ഇപ്പോൾ ടു പ്ലേയിങ് ഓപ്ഷനിലുണ്ട്. ടു പ്രിപ്പോസിഷൻ ചേർത്ത് ING ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് അത് ഉത്തരമായി വരില്ല. അടുത്ത നാലാമത്തെ ചോദ്യം,
വുഡ് യു മൈൻഡ് ഡാഷ് റീഡിങ് എലൗഡ്. വുഡ് യു മൈൻഡ് ഡാഷ് റീഡിങ് എലൗഡ്. ഐ ഓപ്ഷനിലുണ്ട്, മീ ഓപ്ഷനിലുണ്ട്, മൈ ഓപ്ഷനിലുണ്ട്, അതുപോലെ മൈ സെൽഫ് ഓപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ജെറണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു തരം ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ കാര്യം വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഇത്തരം വാക്കുകൾ കഴിഞ്ഞാൽ ING ഉത്തരമായിരിക്കും. എന്നാൽ ജെറണ്ടുകൾക്ക് മുന്നിൽ എന്ത് പ്രോനൗണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഏതാണ് ചേർക്കുന്നത്? പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അറിയാം, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊനൗണുകൾ ഏതാണ്? പ്രൊനൗണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അതിൻ്റെ ഒബ്ജക്റ്റ് രൂപമുണ്ട്, സബ്ജക്റ്റ് രൂപങ്ങളുണ്ട്, പിന്നെ അതേപോലെ പൊസസീവ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്, പൊസസീവ് പ്രൊനൗൺ ഉണ്ട്, റിഫ്ലക്സീവ് പ്രൊനൗൺ. ഇങ്ങനെ പ്രൊനൗണുകളെ പല തരത്തിൽ നമുക്ക് മാറ്റി എഴുതാം. അപ്പം ജെറണ്ടുകൾക്ക് മുന്നിൽ പ്രോനൗണുകളുടെ ഏത് രൂപം? പൊസസീവ് അഡ്ജക്റ്റീവുകൾ എപ്പോഴും ഉത്തരമായി എഴുതണം. അപ്പോൾ നമുക്ക് പറയാം പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ജെറണ്ട് ഉത്തരമായിട്ട് വരാം. അപ്പോൾ ജെറണ്ടുകൾക്ക് മുന്നിൽ എന്ത് ഉപയോഗിക്കണം? പ്രോനൗണിൻ്റെ ഏത് രൂപം ഉപയോഗിക്കണം? പൊസസീവ് അഡ്ജക്റ്റീവ്. പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഏതൊക്കെ വാക്കുകൾ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഇത്തരം വാക്കുകളാണ് പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് ജെറണ്ട് ഉത്തരമായി വരുന്നു. നമുക്ക് വുഡ് യു മൈൻഡ് ഡാഷ് റീഡിങ് എലൗഡ്. റീഡിങ് എന്ന് പറയുന്ന ING ആണ്. ഇനി നമ്മൾ ഓപ്ഷനിൽ പ്രൊനൗണുകളുടെ രൂപങ്ങളാണ് കിടക്കുന്നത്. ഐ സബ്ജക്റ്റ് രൂപം, മീ ഒബ്ജക്റ്റ് രൂപം, മൈ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്, മൈ സെൽഫ് എന്ന് പറയുന്നത് റിഫ്ലക്സീവ് പ്രൊനൗൺ ആണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരണം? മൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ദ ഹെഡ് മാസ്റ്റർ ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് ദ ലെറ്റർ. ദ ഹെഡ് മാസ്റ്റർ ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് ദ ലെറ്റർ. ഓപ്ഷനിൽ സി ഉണ്ട്, ടു സി ഉണ്ട്, സീയിങ് ഉണ്ട്, അതുപോലെ വാസ് സീയിങ് ഉണ്ട്. ജെറണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കേണ്ടത് ഇൻസിസ്റ്റഡ്, അതുപോലെ ഇൻറ്റൻറ്റ്, അതുപോലെ കീന്. ഇൻസിസ്റ്റ്, ഇൻറ്റൻറ്റ്, കീന്. 3 വാക്കുകൾ ഏതൊക്കെ? ഇൻസിസ്റ്റ്, ഇൻറ്റൻറ്റ്, കീന്. ഇത്തരം വാക്കുകൾ കഴിഞ്ഞിട്ട് ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഇത്തരം വാക്കുകൾ കഴിഞ്ഞാൽ ഏത് വരുന്നു? ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. തുടർന്ന് ജെറണ്ട് വരാം, ING ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ഏതാണ്ട് ഇൻസിസ്റ്റഡ് ഓൺ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഓൺ അവിടെ വന്നിരിക്കുന്നുണ്ട്, ING ഓപ്ഷൻ എന്ന് എഴുതണം. ഏതെഴുതാം? സീയിങ് അവിടെ ഉത്തരമായിട്ട് എഴുതാം.